റിപ്പോർട്ട് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ഓൺലൈൻ ലോട്ടറി വിൽപ്പനയും തട്ടിപ്പും വ്യാപകം. പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് കോടികളുടെ അനധികൃത ലോട്ടറി വിൽപ്പനയാണ് നടക്കുന്നത്. ഒരേ നമ്പറിലെ ടിക്കറ്റ് 100-ലധികം പേർക്ക് വാട്സാപ്പിലൂടെ വിൽപ്പന നടത്തുന്നതായി പോലീസ് കണ്ടെത്തി. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ തോട്ടങ്ങളിൽ രഹസ്യ കേന്ദ്രങ്ങൾ നിർമ്മിച്ചാണ് ടിക്കറ്റ് വിൽപ്പന. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, നമുക്കറിയാം ലോട്ടറിക്ക് വലിയ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ കൂടി വ്യാപകമാകുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം? വിനീത, 2005 ലോട്ടറി ചട്ടങ്ങൾ പ്രകാരം കേരള സംസ്ഥാനത്ത് പേപ്പർ ലോട്ടറി മാത്രമേ വിൽക്കാൻ പാടുകയുള്ളൂ. ഓൺലൈനായി ഒരിക്കലും ലോട്ടറി വിൽപ്പന നടത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇപ്പോൾ നിലവിൽ കുറച്ച് കാലങ്ങളായി ഈ ഓൺലൈനായി ഈ കേരളത്തിലെ ലോട്ടറി വ്യാപകമായി വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് അനധികൃതമായാണ്. ഇത് വലിയ രീതിയിൽ തടയിട്ടതാണ്. പക്ഷേ ഇപ്പോഴിതാ വീണ്ടും കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ മീനാക്ഷിപുരത്തും വാളയാറും അതുപോലെ തന്നെ ഗോപാലപുരത്തും ഗോവിന്ദാപുരത്തും വേലന്താവളത്തും എല്ലാം ഇത്തരത്തിൽ വ്യാപകമായി ഓൺലൈൻ ലോട്ടറി വ്യാപാരം നടക്കുകയാണ്. ഈ ഓൺലൈൻ ലോട്ടറി വ്യാപാരം നടത്തുന്ന ആളുകളെല്ലാം ഇതിൽ തന്നെ ഭൂരിഭാഗം ആളുകളും ലൈസൻസ് ഇല്ലാതെയാണ് ഈ ലോട്ടറി വ്യാപാരം നടത്തുന്നത്. കടകളുടെയും വീടുകളുടെയും അതുപോലെ തന്നെ തോട്ടങ്ങളുടെയും എല്ലാം അകത്ത് രഹസ്യ കേന്ദ്രങ്ങൾ നിർമ്മിച്ച് അവിടെ 5ഉം 6ഉം തൊഴിലാളികളെ വെച്ച് ഒരേ ലോട്ടറി തന്നെ നിരവധി ആളുകൾക്ക് വിൽപ്പന നടത്തുന്നതാണ് ഈ ഓൺലൈൻ ലോട്ടറി വ്യാപാരം നടത്തുന്ന ആളുകളുടെ രീതി എന്ന് പറയുന്നത്. മീനാക്ഷിപുരത്തും അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറയിലുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 5ഓളം കേസുകൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഓൺലൈൻ ലോട്ടറി വ്യാപാരം വർദ്ധിക്കുന്നു എന്ന കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വ്യാപകമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് സംഘം കടന്നിരിക്കുന്നത്. തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് ഈ വിൽപ്പന നടത്തുന്നത്. ഒരേ നമ്പർ, അതായത് ഒരേ നമ്പറിലുള്ള ഒരേ ടിക്കറ്റ് അത് 100-ലധികം ആളുകൾക്ക് വിൽപ്പന നടത്തുന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ്. ഒരുപാട് തുക ഇതിലൂടെ തട്ടിപ്പിലൂടെ ഈ സംഘങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഈ തട്ടിപ്പ് സംഘം നേടുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ അറസ്റ്റ് മീനാക്ഷിപുരത്തും കൊഴിഞ്ഞാമ്പാറയിലും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തും. ഈ അതിർത്തി മേഖലകളിൽ തോട്ടങ്ങളിൽ രഹസ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് അവിടെ രാവിലെ തൊഴിലാളികളെ എത്തിക്കുന്നു. വൈകിട്ട് 3 മണി വരെ ഇത്തരത്തിൽ വ്യാപകമായി ഈ ഓൺലൈനായി ഈ ലോട്ടറി വിൽപ്പന നടത്തുകയാണ്. ഇവരെല്ലാം പിടികൂടാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം കടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ലോട്ടറി വകുപ്പിന്റെ കൂടി ഇടപെടലും നടപടിയും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിനീത, അതാണ് അടിയന്തര ഇടപെടൽ വേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരു തട്ടിപ്പാണ്, ഓൺലൈൻ ലോട്ടറി തട്ടിപ്പാണ് ഇക്ബാൽ അറക്കൽ ചൂണ്ടിക്കാണിച്ചത്. ഉടൻ നടപടികളിലേക്ക് കടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.